ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുവാണ്. 2025 ആദ്യത്തെ വീഡിയോ ആണ്. ഇന്നലെ ഞാൻ ന്യൂ ഇയറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് മത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. മത്തി എന്ന് പറഞ്ഞാൽ എന്നും മത്തിയാണ്, എന്നാലും ഹാർബറിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. പക്ഷെ ഇന്ന് ഹാർബറിലെ അല്ല, ഇന്ന് നമ്മൾ മേടിച്ചതാണ്. ഇവിടെ ഞാൻ അവിടെ ലോട്ടറി കിട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ മത്തിക്കാർ വന്ന് മത്തി വാങ്ങിച്ച്. അപ്പം എന്നും മുളക് കറിയും വറക്കും. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ച് തേങ്ങ അരച്ചിട്ട് കറി വയ്ക്കാമെന്ന് വെച്ച്. മാങ്ങ ഇട്ട് വയ്ക്കാമെന്നായിരുന്നു വിചാരിച്ചു, പക്ഷെ മാങ്ങയില്ല. അത് കാരണം പുളി ഇട്ട് വെച്ച് പച്ചത്തേങ്ങ അരച്ച് പച്ചക്കറി പോലെ വെച്ച്. അപ്പോൾ ഒന്നല്ലോ അപ്പൂനെ കാണിക്കുന്ന അപ്പൂന് നാണക്കേടാ, എന്നാലും ജസ്റ്റ് ഞാൻ അപ്പൂനെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഓടിക്കളഞ്ഞ്. അപ്പോൾ പിന്നെ ഇന്നത്തെ നല്ല സൂപ്പർ മത്തിയാണേ. അത് കാണിച്ചു തരാം ഞാൻ. അപ്പം അത് തേങ്ങ അരച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതേണ്ടേ മത്തി കണ്ടോ, നല്ല മത്തിയാണ്. പക്ഷെ നല്ല മത്തിയാണ് നമ്മളിങ്ങനെ കാണുന്നെങ്കിലുണ്ടല്ലോ അത്രയും രുചിയില്ല. അപ്പം അങ്ങ് ഒട്ടും ടേസ്റ്റ് ഇല്ലാതെ വരുമോ മത്തിക്ക്, ഒട്ടും വലുതാകുന്നതുമില്ല. ഇത് ട്രോളിങ് കഴിഞ്ഞ സമയം മുതൽ ഈ മത്തി ഇത്രയായിട്ട് തന്നെ ഇരിക്കുക. ഒരു ശകലം പോലും അങ്ങോട്ട് വലുതാവുന്നുമില്ല, തീരെ ഒട്ട് ചെറുതാവുന്നില്ല. ഇത് തന്നെ പണ്ടൊക്കെ കൊച്ചുമത്തി ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ പ്രാളം പിടിക്കുമായിരുന്നു. കാരണം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് മത്തി അങ്ങ് വലുതാവും. ഇതിപ്പം കൊച്ചുമത്തി മാത്രമേ ഉള്ളൂ, വലിയ മത്തി കാണാനില്ല. ഇപ്പം എല്ലാവർക്കും വലിയ മത്തി മതി, അതെല്ലാം അങ്ങനെ ആണല്ലോ. ഇപ്പം ചെറുത് കാണുമ്പോൾ വലുത് വേണം, വലുത് കാണുമ്പോൾ ചെറുത് വേണം, ആ ഒരു രീതിയാണ്. ഇത് മൊത്തം എടുക്കുന്നില്ല, ഇന്ന് കുറച്ചെടുത്ത് നമ്മൾ ഇത് കറിക്ക് വയ്ക്കാം. നമുക്ക് മത്തി കിട്ടിയത് ഞാൻ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ മത്തി നമ്മളിന്ന് പച്ചക്കറി വയ്ക്കാൻ പോവാണ്. പച്ചക്കറി വയ്ക്കാന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ച് പച്ചക്കറി വയ്ക്കാം. അപ്പോൾ ഇതേണ്ടേ ശകലം മഞ്ഞപ്പൊടി, ഒരു 2 പെരിഞ്ചീരകം. മത്തിക്ക് തീരെ ടേസ്റ്റ് ഇല്ല ഇപ്പോൾ, അപ്പോൾ അതിനൊരു ടേസ്റ്റ് വരണ്ടേ, അതിന് വേണ്ടിയിട്ട്. പിന്നെ മല്ലിപ്പൊടി കുറച്ച് മതി നമുക്ക്. മുളക് പൊടി, ഇത്രയും കൂടെ മിക്സിയിൽ നല്ലോണം നല്ല പരുവത്തിൽ നല്ല മെഴുമെഴാന്നരച്ച് നമ്മളെടുക്കണം. അപ്പം നമുക്കത് അരച്ചിട്ട് വരാം. വേണ്ടേ നമ്മൾ മിക്സിയിൽ അരച്ച് അത് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ പെരുംജീരകം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സിയിൽ അരച്ച് നമ്മൾ അത് ചട്ടിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തിന് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഒരു ഒറ്റ കഷ്ണം വെളുത്തുള്ളി, ഒരു ശകലം ചുവന്നുള്ളിയും കൂടെ ചേർത്ത് മീനുമായിട്ട് ഇളക്കി പുരട്ടി വയ്ക്കാം. തേങ്ങ അരച്ചത് എന്താണ് നമ്മൾ അതിനകത്തോട്ട് ചുവന്നുള്ളി, ഒരു ശകലം വെളുത്തുള്ളികൾ, 2 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ മുളക് കറി വയ്ക്കുന്നതിൻ്റെ അത്രയും വെളുത്തുള്ളി വേണ്ട നമുക്ക് തേങ്ങാക്കറിക്ക്. അത് പിന്നെ ഒരു 4 പച്ചമുളക്, ഒരു ചുവന്നുള്ളിയുടെ കഷ്ണം, ഇത്രയും കൂടെ നമ്മൾ ഇതിനകത്ത് ഇടാം. അത് ഞാനിങ്ങനെ കുടയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ എടുക്കാനായിട്ട്, അതിന് ട്യൂഷനൊക്കെ പോയി. അപ്പം ഇത് മത്തിയും കൂടി ഇട്ട് നമുക്ക് ചേർത്തിളക്കി വയ്ക്കാം. പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് ഉപ്പും പുളിയും കറിവേപ്പില. അത് നമ്മൾ എടുത്തില്ല, അത് നമുക്ക് എടുക്കാം. വേണ്ടേ ഉപ്പിട്ടിട്ട് ഉപ്പും പുളിയും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഉണ്ടോ മീനിൻ്റെ പുറത്ത് ഉപ്പ് കിടക്കുന്നുണ്ടോ? അത് ഇനി നമുക്കിത് കറിവേപ്പിലയും കൂടിയിട്ട് ഇളക്കി ചേർത്ത് വയ്ക്കാം കേട്ടോ. ഇതേണ്ടേ എല്ലാം കരിവേപ്പിലയും പുളിയും ഉപ്പും എല്ലാം ഇട്ട് ഇളക്കിയേ. എനിക്കെന്ന് പറഞ്ഞാൽ സ്പൂണല്ല, നമ്മൾ ഇപ്പോൾ എല്ലാം അങ്ങ് സ്പൂണിട്ട് ഇളക്കുക. ഒന്നും അങ്ങനെ ചെയ്യത്തുള്ളൂ, ഇങ്ങനെ ചെയ്യത്തുള്ളൂ, അത് കഴിക്കില്ല. പണ്ട് അമ്മമാർ എല്ലാം ചേർത്ത് വെച്ച് വെപ്രാളം പിടിച്ച് പാടത്തു നിന്ന് ഇങ്ങോട്ട് വന്ന് കൈയിട്ട് ഇളക്കി വാരി വെച്ച് തരും. ആ കറിക്കൊക്കെ എന്തോ ടേസ്റ്റാണെന്നറിയാം. ഇന്ന് മൺചട്ടി മാറ്റിയിട്ട് സ്റ്റീൽ പാത്രത്തിൽ കറി വയ്ക്കുന്ന ആൾക്കാർ. അപ്പോൾ പിന്നെ കൈയിട്ടത് കഴിക്കുന്നില്ല എന്നൊന്നുമില്ല. ഞാൻ പണ്ടത്തെ രീതിയിൽ തന്നെയാണ് വയ്ക്കുന്നത്. അല്ല, ഞാൻ വലിയ പരിഷ്കാരത്തിലൊന്നും വയ്ക്കാറില്ല. സ്പൂണൊന്നും ഇല്ല, എൻ്റെ കൈ കൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് കൈ തേച്ച് കഴിയിട്ട്, ആ കൈ കൊണ്ടല്ലേ വാരി തിന്നുന്നതൊക്കെ. അപ്പോൾ ആ കൈ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇത് അടുപ്പിലോട്ട് വയ്ക്കാം. കറി നമ്മൾ അടുപ്പിൽ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കൂട്ടി വയ്ക്കാം. ഇത് തിളച്ച് വരുമ്പോൾ അതിനകം തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അടപ്പിട്ട് അടച്ച് വയ്ക്കാം. വേണ്ടോ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ടോ? അപ്പം നമുക്ക് കറിവേപ്പില ഉണ്ടോ? ഇതിനെ
ഇച്ചിരി കറിവേപ്പിലയുടെ മണം കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടാമെന്ന് വിചാരിച്ച് ശകലം കറിവേപ്പിലയും കൂടെ ഇടുവാണ്. അല്ല, കറിവേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇപ്പം മുമ്പേ ഞാൻ ഇളക്കി വെച്ചെന്ന് കൈ കൊണ്ട് ഇളക്കിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തിളയ്ക്കുമ്പോൾ നമുക്ക് ഇളക്കാൻ പറ്റില്ലല്ലോ കൈ കൊണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതാവട്ടെ. നമുക്ക് നല്ലോണം കുറുകി നല്ല ടേസ്റ്റും ഉണ്ട്. നേരാക്ക് ടേസ്റ്റ് നോക്കാൻ കൊടുക്കാവേ. അപ്പൂസേ കറിക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കി. അപ്പൂസ് വലത്ത് കൈ നോക്കത്തുള്ളൂ, ഇടത്ത് കൈയിൽ അപ്പൂസിനൊരു ചെറിയ പ്രശ്നമായിട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അതെന്താന്നാ ഞണ്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ ടേസ്റ്റ് അങ്ങനെ വരുന്നത് എന്താണെന്നറിയാവോ? അത് ഇതിനകത്ത് പെരിഞ്ചീരകം ഇട്ട്, എരിവുണ്ട്. അപ്പോൾ അത് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. നല്ല വൃത്തിയായിട്ട് നല്ല ടേസ്റ്റും ഉണ്ട്. അതാണ് അവൻ പറയുന്നത് ഞണ്ടിൻ്റെ ഒരു ടേസ്റ്റ്. ഞണ്ടിന് ഞാൻ പെരിഞ്ചീരകമാണ് കൂടുതലും റോസ്റ്റ് ചെയ്യാനോ പച്ചക്ക് അരച്ച് വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഇത് കറി മീൻ വെന്ത് എന്നാലും ഒന്ന് കുറുകട്ടെ. ചാറ് കറിയാകുമ്പോൾ ഒത്തിരി ഇത് വേണ്ട. നമുക്കിതൊന്ന് മത്തി കറി വെച്ച് ഇറക്കി വെച്ച് പച്ചത്തേങ്ങ അരച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് കുഴമ്പ് പരുവത്തിൽ കറി വെച്ച് മത്തിയാണ്. അല്ല, ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഓരോരുത്തരും ഓരോ രീതിക്കാണ്. ഞാനങ്ങനെ കറിക്കകത്ത് പെരിഞ്ചീരകമൊന്നും അരക്കില്ല. തേങ്ങാക്കറി ആയാലും മുളക് കറി ആയാലും മീൻ കറിക്ക്. പക്ഷേ ഇന്ന് മത്തിക്ക് വലിയ ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ശകലം പെരിഞ്ചീരകം അരച്ച് ഞാൻ നോക്കിയതാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു പ്രത്യേകത കറി ഇത്രയും നാൾ നമ്മളങ്ങനെ പെരിഞ്ചീരകം ഒന്ന് അരച്ച് അത് പച്ചമുളക് ഞാൻ കൂടുതലിട്ടായിരുന്നു. അപ്പം എല്ലാവരും ഇപ്പം ഞാനിപ്പം നിങ്ങളടുത്ത് പറയാം ഇത് വെച്ച് നോക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. എന്നാലും തേങ്ങ അരച്ച് 2 പെരിഞ്ചീരകം ഇട്ടൊന്ന് കറി വെച്ച് നോക്ക്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ടേസ്റ്റ് അല്ലേ. പിന്നെ ഓരോരുത്തർ കറി വയ്ക്കുമ്പോൾ ഓരോ രുചിയാണ്. ഞാൻ വെച്ച രുചി തന്നെ നിങ്ങൾക്ക് വരണമെന്നില്ല. അത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ. നമ്മുടെ ഒരു ചട്ടി അടുപ്പേ വെച്ച് എന്തിനാണെന്നറിയാം, നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മത്തിക്ക് വലിയ ഒത്തിരി ടേസ്റ്റ് ഇല്ല. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് വരുത്താനായിട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പേ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇപ്പോൾ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി കടുകിടാം. ഞാൻ അതിനകത്ത് കടുകിട്ട് പിന്നെ ഒരു 2-3 ഉലുവ അതിനകത്ത് കാണാൻ പറ്റും കണ്ടോ. 2-3 ഉലുവയും ശകലം കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ടാണ് നമ്മൾ വറക്കുന്നത്. പക്ഷേ ഇതിനി അതിനകത്ത് ഞാനൊരു സ്വല്പം മുളക് പൊടി ഇടും. അപ്പോൾ അത് എന്തിനാണ് നിങ്ങൾക്ക് കറിക്കകത്ത് ഒഴിക്കുമ്പോൾ അത് മനസ്സിലാവും. ശകലം മുളക് പൊടിയും കൂടെ ഞാൻ അതിനകത്ത് ചേർക്കും. ഇതേണ്ടേ ഉലുവായും കടുകും ഞാനിട്ട ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വന്നു കഴിയുമ്പോൾ ഞാൻ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ മുളക് പൊടി ഇടുന്നത്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ഇടാൻ. ഇല്ലെങ്കിൽ ആ മുളക് പൊടി നല്ലോണം കരിഞ്ഞു പോകും. ഒന്ന് തണുക്കട്ടെ കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അത് ഞാൻ തീ നല്ലോണം ഓഫ് ചെയ്ത് ഇടാം. ഓഫ് ചെയ്യാതെ നമ്മൾ ചെയ്താൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലോട്ട് ഞാൻ ആ മുളക് പൊടി ഇട്ട് പെട്ടെന്ന് ഇളക്കുവാണ്. കണ്ടോ, ഇളക്കി എടുക്കണേ. ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഓർക്കാപ്പുറത്ത് തീ ഓഫ് ചെയ്യുന്നോട്ട് നോക്കിയതാണ്. തീ ഓഫ് ചെയ്തായിരുന്നു ഞാൻ. പെട്ടെന്ന് തന്നെ ഞാൻ ആ കടുക് പൊട്ടിച്ചത് നമ്മൾ കറിക്കകത്ത് ഒഴിക്കണം. അല്ല, എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞില്ലേ മത്തിക്ക് ഒരു ചെറിയ
പച്ച മത്തിയൊക്കെയാണ്, പക്ഷെ അവർ ഇന്നും കൂട്ടി അതിനൊരു ടേസ്റ്റ് വ്യത്യാസം. ഞാൻ കരിയാപ്പിലയൊക്കെ ഇട്ടതുകൊണ്ടാണ് വീണ്ടും കരിയാപ്പില ഇട്ട് ആരെയും ബോറടിപ്പിക്കാതെ. താളിക്കുന്നവരും ഉണ്ട്, താളിക്കാത്തവരും ഉണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. തവിയിട്ടിളക്കരുത്, തവിയിട്ടിളക്കിയാൽ ഇതാവും. പക്ഷെ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുകയോ ചെയ്യാവുള്ളേ. അത് ജസ്റ്റ് ഇതാണ്ട് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കണം. കറക്കി കൊടുക്കുമ്പോൾ ശരിയാവും. തവിയിട്ടിളക്കിയാൽ ശരിയാവില്ല. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്ത് നോക്കുക എല്ലാവരും.